ഇന്നലെ രാവിലെയായിരുന്നു ഉപ്പയുടെ മരണവാർത്ത സുൽഫത്തിനെയും കുടുംബത്തെയും തേടിയെത്തിയത്. സഹോദരിയുടെ ഫോൺ കോളിലൂടെയാണ് ഉപ്പയുടെ മരണവാർത്ത സുൽഫത്ത് അറിയുന്നത്. ഉപ്പാന്ന് വിളിച്ചോടി വരാൻ എനിക്കിനി ആരുമില്ലല്ലോ എന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് സുൽഫത്ത് അച്ഛന്റെ മൃതദേഹത്തിനരികിൽ തളർന്നിരുന്നത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയായിരുന്നു സുൽഫത്ത് ഉപ്പയുടെ അരികിൽ ഒരക്ഷരം പോലും മിണ്ടാതെ ഇരുന്നത്. കണ്ടു നിന്നവർക്കെല്ലാവർക്കും വലിയ രീതിയിൽ ദുഃഖം പകരുന്ന രീതിയിലായിരുന്നു ഓരോ കാഴ്ചയും. ഉമ്മയുടെ മരണത്തിന് ശേഷം ഉപ്പയായിരുന്നു സുൽഫത്തിനും സഹോദരങ്ങൾക്കുമെല്ലാം. ഉപ്പയുടെ പുഞ്ചിരിയിലൂടെയായിരുന്നു മക്കൾക്ക് ധൈര്യം പകർന്നതും. പുഞ്ചിരിച്ച് തുണയായി കൂടെയുണ്ടായിരുന്ന അച്ഛൻ ഇനി ജീവിതത്തിൽ കാണില്ല എന്ന സത്യം അവർക്ക് വിശ്വസിക്കാൻ ആവാത്തതായിരുന്നു. ഉപ്പയുടെ മരണം കേട്ടതോടെ സുൽഫത്തിന്റെ ഉള്ളു മുഴുവൻ തകർന്നുപോയി. വാപ്പയുടെ ശരീരം കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടി വന്ന അവൾ ഒരു നിമിഷം പോലും മനസ്സ് നിലനിർത്താനാകാതെ പൊട്ടിക്കരയുകയായിരുന്നു. ഉപ്പ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന സുൽഫത്ത് കരഞ്ഞത് മുഴുവൻ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനരികെ കരഞ്ഞു തളർന്നിരിക്കുന്ന സുൽഫത്തിനെ കണ്ട് അവിടെ കൂടെ നിന്നവർക്കൊക്കെ തന്നെ വലിയ രീതിയിൽ സങ്കടമായി. സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല എന്നും കൂടെ കൂട്ടിച്ചേർത്തേ മതിയാകൂ. സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ അച്ഛൻ ഇനിയില്ല എന്ന ഓർമ്മ അവരെ കൂടുതൽ തളർത്തി. പറയാനോ ആശ്വസിപ്പിക്കാനോ ആർക്കും കഴിയാത്ത വേദനയിലായിരുന്നു സുൽഫത്ത്. സുൽഫത്തിനെ സുൽഫത്ത് ആശ്വസിപ്പിച്ചും സഹോദരങ്ങളും കൂടെയുണ്ടായിരുന്നു. എന്നാൽ അവർക്കും ഇത് താങ്ങാവുന്നതിലും ഏറെയായിരുന്നു. ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ഉപ്പ. 92 വയസ്സായിരുന്നു സുൽഫത്തിന്റെ പിതാവായ PS അബുവിന്. വാർദ്ധക്യ സഹജമായ പല ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. എന്നാൽ ഇത്രയ്ക്കും സീരിയസ് ആകുന്ന രീതിയിലൊന്നും തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. വാർദ്ധക്യ സഹജമായ ചില കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇതിനു മുൻപ് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മയുടെ മരണത്തിന് ശേഷം സുൽഫത്തിനും സഹോദരങ്ങൾക്കും ഉപ്പയായിരുന്നു എല്ലാം. വളർത്തിയതും നോക്കിയതും ഒക്കെ തന്നെയും ഉപ്പയായിരുന്നു. ഉമ്മയോട് പറയാറുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പിന്നീട് ഉപ്പയോടായിരുന്നു പറയാറുണ്ടായത്. ഉപ്പ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന സുൽഫത്ത് കരഞ്ഞു മുഴുവൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ നിമിഷങ്ങളിൽ തന്നെയായിരുന്നു. ആ സങ്കടം സഹിക്കാവുന്നതിലുമേറെയാണ് സുൽഫത്തിന്. ഇനി ഉപ്പ എന്ന് വിളിച്ച് കയറി ചെല്ലാൻ ഒരിടമില്ലാത്തതിന്റെ ദുഃഖം കൂടെയാണ് സുൽഫത്തിന്. അതുമാത്രമല്ല, ഉപ്പയെയും ഉമ്മയെയും നഷ്ടപ്പെട്ടു. ഇതുവരെയും ഉപ്പയെങ്കിലും ഉണ്ടായിരുന്നു. ഉമ്മയുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും പകരമാകില്ല ഉപ്പയുടെ സ്നേഹം എന്നുണ്ടെങ്കിൽ പോലും ഉപ്പയുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു സുൽഫത്തിനും മക്കൾക്കും, അതുപോലെ തന്നെ മറ്റു സഹോദരങ്ങൾക്കും. എന്നാൽ ഇനി അതില്ല. ഉപ്പ മരണപ്പെട്ടതിന്റെ വേദനയിൽ തന്നെയാണ് ആ താരകുടുംബം. നിരവധി പേരാണ് സുൽഫത്തിന്റെ ഉപ്പയുടെ മരണവാർത്ത അറിഞ്ഞ് അനുശോചനം രേഖപ്പെടുത്തിയും എത്തിയത്. ഇന്നലെയായിരുന്നു മരണം സംഭവിച്ചത്. ഇന്നലെ 8 മണിയോടെ കൂടി ഖബറടക്കം നടക്കുകയും ചെയ്തു. ചെമ്പിട്ടപ്പള്ളി ഖബർസ്ഥാനയിലായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ ഖബറടക്കം നടന്നത്. പായാട്ടുപറമ്പ് വീട്ടിൽ പരേതനായ സുലൈമാൻ സഹാബിന്റെയും ആമിനയുടെയും മകനാണ് അദ്ദേഹം. നബീസിയായിരുന്നു ഭാര്യ.